ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡയമണ്ട്സ് മന്ത്രയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഇത് വന്നിരിക്കുന്നത് വ്യത്യസ്തമായ ഒരു വീഡിയോയുമായിട്ടാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും വീട്ടിലിരിക്കുകയല്ലേ, അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് ഈ ഐഡിയ തോന്നിയത്. ഞാൻ കുറേ കേട്ടിട്ടുണ്ട് മൈക്രോഗ്രീൻസിനെയൊക്കെ കുറിച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്നും ഉണ്ടാക്കി നോക്കാം സക്സസ് ആവുമോയെന്ന്. അപ്പോൾ ആ ഒരു വീഡിയോയുമായാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്തിരിക്കുന്നത് ചെറുപയറാണ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് നമുക്ക് മുളപ്പിച്ചെടുക്കാം. വെള്ളം മാത്രം മതി. ഇപ്പോൾ ഞാൻ കുറേ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. അപ്പോൾ അതിൽ നിന്ന് ഒരു ഇൻസ്പിറേഷൻ വന്നിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്കിപ്പോൾ ചീരയും ഒന്നും വാങ്ങാൻ കിട്ടിയില്ലെങ്കിൽ നമുക്കിത് സിമ്പിളായിട്ട് വിത്തിൻ ഒരു 5 to 6 days നമുക്കിത് കറി വെക്കുക അല്ലെങ്കിൽ ഉപ്പേരി വെക്കാനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് കിടക്കാം.
മൈക്രോഗ്രീൻസിൻ്റെ ഓരോരോ സ്റ്റേജസ് ആണ്. സ്റ്റേജ് 1, 2, 3 അങ്ങനെ ഉള്ള സ്റ്റേജസാണ്. ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ലൈറ്റായിട്ട്. അതിന് ഞാൻ ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ചെറുപയർ എടുത്ത് ഇപ്പോൾ തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് വെക്കുക. രാവിലെ ആകുമ്പോഴേക്കും ചെറുപയർ നന്നായി ആയിണ്ടാവും. എന്നിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് നല്ലൊരു തുണിയിൽ അതൊന്ന് പൊതിഞ്ഞ് വെക്കണം. ആ ദിവസം വൈകുന്നേരം ആകുമ്പോഴേക്കും ചെറുപയർ നന്നായി മുളച്ച് വരും. മുളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒഴിഞ്ഞൊരു പാത്രമോ കുറച്ചൊരു വീതിയൊക്കെ ഉള്ള ഒരു പാത്രം എടുത്തിട്ട് അതിൽ ഒരു തുണി വിരിച്ചിക്കുക. തോർത്തുമുണ്ടോ അല്ലെങ്കിൽ വല്ല നെയ്സ് തുണി എങ്ങാനും വിരിക്കുക. അല്ലെങ്കിൽ നമുക്ക് പേപ്പർ വെക്കാം. ഞാൻ ഇപ്പോൾ പേപ്പർ യൂസ് ചെയ്തിട്ടില്ല. പേപ്പറിലാണെങ്കിൽ ആ മഷീര ഇത് നമുക്ക് നല്ലതല്ല ശരീരത്തിൽ. ഞാൻ തുണി എടുത്തത്. എന്നിട്ട് ആ ചെറുപയർ അതിലൊന്ന് വെതറി കൊടുക്കുക. വെതറി കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈറ്റായിട്ട് വെള്ളം തളിച്ചു കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ, നല്ല സ്പ്രേ ബോട്ടിലില്ലേ വെള്ളത്തിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് വെള്ളം തളിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ കൈ കൊണ്ട് ലൈറ്റായി തളിച്ചു കൊടുക്കുക. അങ്ങനെ തളിച്ചു കൊടുത്ത് വന്ന് ഒരു പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും ലൈറ്റായിട്ട് ഈ ചെറുപയർ ഇങ്ങനെ പൊത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വന്നു തുടങ്ങും. അങ്ങനെ ഒരു 5 ദിവസം, ഒരു 3-4 ദിവസമൊക്കെ ആകുമ്പോഴേക്കും കറക്റ്റ് നമുക്ക് ഇതുപോലെ കിട്ടും. കണ്ടോ? ഇപ്പം ഞങ്ങൾ ശരിക്കും ഒരു 6 ദിവസമായി ഇന്നത്തേക്ക്. ഇന്നിപ്പോൾ 22-ാം തീയതിയാണ്. അപ്പോൾ ഇതിന് ബാക്കിക്ക് ഒരു 5 ദിവസം നിങ്ങൾ പോയാൽ മതി. അപ്പം കറക്റ്റ് ഈ ഒരു ഇതിൽ നിങ്ങൾക്ക് കിട്ടും. ഇപ്പം 2 ഇലയാണ് ആയിട്ടുള്ളൂ. അപ്പോൾ ഈ 2 ഇലയുള്ള സമയത്ത് എടുക്കുകയാണ് ഈ കറിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലും കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേര് വരെ എടുക്കാൻ പറ്റില്ല. ഈ ഒരു സ്റ്റേജിലാണെങ്കിൽ നമുക്ക് വേര് വരെ എടുത്ത് യൂസ് ചെയ്യാം മൈക്രോഗ്രീൻസിൻ്റെ. അങ്ങനെയാണ് എല്ലാവരും പറയുന്നത്. അപ്പോഴാണ് നമുക്ക് വേര് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ വേരിന് ഒരു കയ്പുണ്ടാവും. ഈ 2 ഇലയേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ. അപ്പോൾ ഈ സമയത്തിന് യൂസ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ വേരൊന്ന് കട്ട് ചെയ്യണമെന്നുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ? ഈ പാത്രത്തിൻ്റെ അടിഭാഗത്തൊക്കെ ഇങ്ങനെ പിടിച്ചുണ്ടാവും. ആ തുണിയിലൊക്കെ ഫുള്ള് ഇങ്ങനെ വേരിങ്ങനെ ഇറങ്ങിയിട്ട് നന്നായി വേര് വന്നിട്ടുണ്ട്. അപ്പം ഇനി വെള്ളം മാത്രം മതി, വേറെ ഒന്നും വേണ്ട. വെള്ളത്തിൽ നമുക്ക് ഇതുപോലെ ചെറുപയർ മാത്രമല്ല, ഞാൻ ഇത് സക്സസ് ആവുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചെറുപയർ യൂസ് ചെയ്ത് നോക്കിയത് ഫസ്റ്റ്. പിന്നെ എനിക്ക് പറ്റിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കൂടുതൽ ചെറുപയർ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഭയങ്കര തിക്കായിട്ട്. അപ്പം അതാണ് നിങ്ങളിവിടെ കാണുന്നത്. ഒരു കുഞ്ഞില കണ്ടോ? ഫുള്ളായി അതിങ്ങോട്ട് ഈ വെൽതിൻ്റെ ഒപ്പം എത്തിയിട്ടില്ല. അപ്പം നിങ്ങൾ ഇടുന്ന സമയത്ത് അത്ര തിക്കായി ഇട്ട് കൊടുക്കണ്ട. ഇതൊരു ഹൈറ്റായി ഇതിൻ്റെ ഇടയിൽ ചിലതൊക്കെ ഇങ്ങനെ കുഞ്ഞേതായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ അധികം തിക്കിൽ ഇട്ട് കൊടുക്കാതെ തിന്നായി ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ മൈക്രോഗ്രീൻസ്. അപ്പോൾ ഈ സമയത്ത് എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇത് മാത്രമല്ല, ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്തതൊക്കെ ട്രൈ ചെയ്യാൻ പോവുകയാണ് ഇങ്ങനെ ഓരോന്ന്. അപ്പോൾ നമുക്ക് ചീര, അതുപോലത്തെ പച്ചച്ചീര, ചോപ്പ് ചീര ഒന്നും കിട്ടിയില്ലേ, നമുക്ക് സിമ്പിളായി ഇതൊക്കെ ഫ്ലാറ്റിലോ വീടുകളിലോ ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ, അപ്പോൾ അടുത്ത വീഡിയോ ഇതിൻ്റെ സ്പെഷ്യൽ തോരനോ കറിയോ എന്തെങ്കിലും ആയിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ധനുസ് മന്ത്ര സൈനിങ് ഔട്ട്.